ഇന്ന് നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. ആൻഡ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് റൂം വെക്കേറ്റ് ചെയ്ത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് പറക്കാട്ട് റിസോർട്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ബാക്കി അവിടെ ചെന്നിട്ട്. അങ്ങനെ ഞങ്ങൾ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് പറക്കാട്ട് റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മളുടെ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി ജസ്റ്റ് വെറുതെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിരുന്നു. മൂന്നാർ വരാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു മൂന്നാർ ചെന്നിട്ട് സിപ്പ് ലൈൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ പോയ ഡയറക്ഷനിലൊന്നും അതില്ലായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങളത് ചെയ്തു. അങ്ങനെ നമ്മുടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. പറക്കാട്ട് നേച്ചർ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന റിസോർട്ടാണ്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, അവരുടെ എൻട്രി വെൽക്കം ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മളെ മാലയും ചന്ദനക്കുറിയും ഒക്കെ ഇട്ടാണ് അവർ സ്വീകരിച്ചത്. ഈ ഒരു റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് തന്നെ ഇവരുടെ ഈ ഒരു വെൽക്കമിങ് ആണെന്ന് തോന്നുന്നു. ആൻഡ് എൻട്രിയും റിസപ്ഷൻ ഏരിയയും ഹോളും ഒന്നും പറയാതിരിക്കാൻ വയ്യ, എല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഇതാണ് പറക്കാട്ട് റിസോർട്ടിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം. എല്ലാം ഓൺലൈൻ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഫോട്ടോസൊക്കെ അയച്ച് എല്ലാം അടിപൊളി സർവീസായിരുന്നു. ഓൺലൈനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു ആൻഡ് ഹാഫ് പേയ്മെൻറ്റും ചെയ്ത് ബുക്ക് ചെയ്യാം. മാത്രമല്ല റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂവും അടിപൊളിയായിരുന്നു. നമുക്ക് തേയിലത്തോട്ടം എല്ലാം നല്ലപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ടിൽ നല്ല വ്യൂ ആയിരുന്നു. ഇത് നമ്മളെ തുറന്നിട്ടിട്ട് ജനൽ തുറന്നിട്ടിട്ട് വെളിയിൽ പോയാലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വാഷ്റൂം, ഫുൾ മിററാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. കോഫി ഉണ്ട്, രണ്ടിനും ഉള്ളതുണ്ട്. കെറ്റില്, ബോട്ടിൽ വെള്ളം, പിന്നെ നമുക്കൊരു മിനി ഫ്രിഡ്ജും ഉണ്ട്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. അതിനുള്ള കാർഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് QR സ്കാൻ ചെയ്ത് നമ്മൾ അവരുടെ മെനു ഒക്കെ നോക്കി ഏത് ഫുഡാണെന്ന് വെച്ചാൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുതരും റൂമിലേക്ക്. റേമൻ്റെ ബിരിയാണി, ചിക്കൻ നൂഡിൽസ്. ഞാനും നീയും
ഇനി താഴെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. 3 മണി മുതൽ 5 മണി വരെ അവർ നമ്മളെ ഈ റിസോർട്ട് ഫുള്ള് കാണിക്കും. ജീപ്പിൽ ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ വേറെ എന്തായിരുന്നടാ? റോപ്പ് സൈക്ലിംഗ് ഉണ്ട്. റോപ്പ് സൈക്ലിങ്, പിന്നെ എന്തോ ഒന്നും കൂടി റോപ്പ് വാക്കോ, റോപ്പ് വാക്ക് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ചെയ്യണം. അപ്പം ഞങ്ങൾ ഇത് കഴിച്ചതിൻ്റെ ഫുഡ് അവർ അത് ക്ലീൻ ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോവും, എന്നിട്ട് ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരും അല്ലേ? അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നു. അവിടുന്ന് നമുക്ക് ജീപ്പ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. 3 മണി തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമ്മളെ ജീപ്പിൽ അവർ താഴെ എത്തിക്കും. താഴെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ നടന്ന് കാണാം, റൂമുകളും അതേപോലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മളെ തിരിച്ച് അതേപോലെ മുകളിൽ കൊണ്ടുവിടും. നെക്സ്റ്റ് നമ്മൾ കേവ് റൂം വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വെക്കോളൂ. അവരല്ലെങ്കിൽ ഇറങ്ങട്ടോ കേട്ടോ. ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇതിലപ്പോൾ എ സി വരില്ലേ? ഇതിൽ എ സി വരില്ലായിരിക്കും. ബാത്റൂം ഇത് സെയിം അതുപോലത്തെ ഒരു റൂമാണ് ഇവിടെ. ഇത് പറക്കാട്ടെ ആന. പേരൊന്നുമില്ല, ജസ്റ്റ് ആന. അവിടെ ലവ് ബേർഡ്സ് ഉണ്ട്. ഒത്തിരി ആനയുടെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചാച്ചിയുടെ കൂടെ നിൽക്കാം. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ ദ വേൾഡ് നമ്മൾ കണ്ടു. ഇതൊക്കെ വെളിയിൽ നടക്കുന്നത് എന്തുവാണ്? ഇവിടെ കൊള്ളാം. ഇത് മറ്റേ ഇതല്ലേ എല്ലാം. കയറുന്നോ? നനഞ്ഞിരിക്കും, എല്ലാം നനഞ്ഞിരിക്കും. മഴ പെയ്യും അല്ലേ? സൗകര്യമില്ലേ? ഇത് ജംഗിൾ റൂമാണ്. ഇത് ആക്ച്വലി ഒക്കുപ്പൈഡ് ആയതുകൊണ്ട് നമുക്കിത് തുറന്ന് കാണാൻ പറ്റില്ല. കേവ് റൂമിലൊന്നും ആളില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ജംഗിൾ റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ കറക്റ്റ് കാട്ടിലെ പോലെ തന്നെ ചീവീടിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് വീഡിയോയിൽ എൻ്റെ വോയിസ് നല്ലപോലെ കേൾക്കില്ല. നാശി 2 പേർക്ക് കയറാൻ പറ്റുമോ ടൈം?
ഓട്ടെ നടന്നോ ധൈര്യമായിട്ട് നടന്നോ. പോട്ടെ നോക്കട്ടെ. ഞാൻ പറയലില്ല, ഞാൻ നോക്കുവോ. ഓട്ടെ ഓട്ടെ. അയ്യോ മീനാച്ചി, അയ്യോ അയ്യോ. മുമ്പോട്ട് വെച്ച കാല് പുറമോട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ടും എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ എന്തോ എനിക്ക് സ്ലിപ്പാവുന്ന പോലെ ഒരു തോന്നലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ പോലും പോകാൻ എനിക്ക് പറ്റിയില്ല. അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. ഇല്ല, പോട്ടെ അങ്ങോട്ട് പോട്ടെ. പൂ പിടിച്ചിട്ടുണ്ട്. ഒരു കാട്ടിപ്പോയ ഫീലാ, സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതാണ് ട്രീ ഹൗസ്. ഇതിന്റെ മുകളിലോട്ടും ഉണ്ട്. ട്രീ ആൻഡ് ഹൗസ്. തവളയാ, ചീവിടുണ്ട്, തവളയുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് ട്രീ ഹൗസ് ആണ്. അത് 3 ഫ്ലോറായിട്ടാണ്. 3 ഫ്ലോറിലും ഓരോ ബെഡ്റൂം വെച്ചിട്ട് മൊത്തം 3 ബെഡ്റൂമുണ്ട്. എൻ്റെ ചെരുപ്പിൻ്റെ തെന്നെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നടക്കുമല്ല. അങ്ങോട്ട് വേണോ അങ്ങോട്ട് വേണോ വരുമോ? മലേൻ്റെ ഇടയ്ക്കൂടൊക്കെ ആയിരുന്നു. മലയല്ല പാറ. ഇവിടുത്തെ തെന്നെ കയ്യിലായോണ്ട് നിന്റെ ഷൂ ഒന്നാമത് തെറ്റുന്ന ഷൂ, അതാണ്. ഇത് ആക്ച്വലി ഒരു റൂം തന്നെയാണ്, ട്രീ ഹൗസ് തന്നെ. റൂമും അതേപോലെ ബാൽക്കണിയും ഒക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് റൂമാണ്. പോട്ടെ പോട്ടെ, സ്പീഡ് കിടക്ക്. ഇത് ഇന്ന് തന്നെ തിരിച്ചു പോണം. 5-6 ദിവസം ഇല്ല ഇവിടെ. ഇവിടെ ഒരു ചെറിയ ആനയുണ്ട്. ഇതിനകത്ത് നമ്മൾ നടക്കുന്നുണ്ടോ? മഴയുടെ അറിയാത്ത മഴ പൊഴിയുന്നുണ്ടല്ലേ, സൗണ്ട് കേൾക്കാം. പക്ഷെ അതിനെക്കാട്ട് സൗണ്ട് ഈ വീടിന്റെ സൗണ്ടുകളാണ്. എന്റെ വോയിസ് ഒക്കെ കിട്ടുന്നുണ്ടോ? അടുത്താണ്. ഇത് ചെറിയ ആനയാണ് മുമ്പലത്തേനെ കാട്ടി. മറ്റേ ചെവിക്കൊക്കെ കുറച്ച് ഡിസൈൻ ഉണ്ടായിരുന്നു. ഇത് സിമ്പിളാണ്. നെക്സ്റ്റ് ബ്രിഡ്ജ്. കയറിക്കാൻ പറ്റും. നമ്മൾ ഇതുവഴിയാ പോയത്.
വാ. ആ നമ്മളിങ്ങനെ ഇവിടെ തന്നെ ആണല്ലേ. ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വന്ന് സൈക്ലിങ് അത് ഫ്രെയിം ചെയ്തു. മറ്റേതെന്തായിരുന്നു? റോപ്പ് വാക്ക്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്തില്ല. പേടിച്ചു പോയി. ഇനി നമ്മൾ പോയി. ഇനി അവിടെ റൂമിൻ്റെ അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇനി അവിടെ പോവാം. ഇത് വേറൊരു കേവ് റൂമാണ്, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇത് കണ്ടില്ല. ഇത് നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു കേവ് റൂമാണ്. ഇതിനുള്ളിൽ ഒരു ബെഡ്റൂം ഉണ്ട്, പക്ഷേ നമ്മളിത് മിസ്സായിപ്പോയായിരുന്നു. ആൻഡ് അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി വൈകുന്നേരം നല്ല സൗണ്ടാണ്. ചീവീടിൻ്റെയോ തവളയുടെയോ എന്തൊക്കെയോ കരയുന്ന ഫുൾ നമ്മൾ കാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതേ സെയിം സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ആ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മൂന്നാറിൽ എത്തിയപ്പോൾ തൊട്ടേ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെയും മഴയായിരുന്നു സെയിം. അതേപോലെ നമ്മൾ കേവ് റൂമിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായി. ഓൾറെഡി നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി മഴയായി. മഴയിപ്പോൾ ജസ്റ്റ് കുറഞ്ഞു. അപ്പം നമ്മൾ താഴേക്ക് നമ്മളെ ജീപ്പിലാണല്ലോ കൊണ്ടുവിട്ടത്, അതേപോലെ തിരിച്ചും നമ്മളെ ജീപ്പിൽ തന്നെയാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ താഴോട്ട് പോക്കും അതേപോലെ മുകളിലോട്ടുള്ള ഈ കയറ്റവും ആക്ച്വലി ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അതേപോലുള്ള നല്ല കുത്തനെയുള്ള കയറ്റവും ഇറക്കമാണ്. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് കയറിയത്. അപ്പം കാരണം എല്ലാവരും മോസ്റ്റ്ലി പറക്കാടിലെത്തിക്കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന ഒരു ബാൽക്കണിയും ആ ഒരു വ്യൂവും അതൊന്നും ഞങ്ങളിതുവരെ അത് കണ്ടില്ല. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ ഫ്ലോർ ഞങ്ങൾ മിസ്സായിപ്പോയി. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങേണ്ടതിന് പകരം ഞങ്ങൾ സെക്കൻഡിലായിരുന്നു ഇറങ്ങിയത്. സെക്കൻഡ് ഇറങ്ങിയിട്ട് പിന്നെ ഓക്കെ ഇതല്ല നമ്മുടെ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് മുകളിലേക്ക് പോകുമായിരുന്നു. പക്ഷേ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുകളിൽ റിസപ്ഷൻ ഏരിയ ആയിരുന്നു. ആൻഡ് ആ ഒരു റിസപ്ഷൻ്റെ ബാൽക്കണിയിലാണ് നമ്മളുടെ മെയിൻ ഈ ഒരു വ്യൂ വരുന്നത്. പോട്ടെ പറയാനുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ പറക്കാടിൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ എപ്പോഴും കാണുന്ന ഈ ഒരു മെയിൻ സാധനം, മെയിൻ ഹൈലൈറ്റ് ആക്ച്വലി മഴ തന്നെ അടിപൊളിയാവുന്നത് നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ്. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വെളിയിലും കടകളിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ മഴ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ ഈ മഴ വളരെ രസമായിരുന്നു. തൊട്ടാവാടി നീ ദുപ്പട്ടാവാലി തൊട്ടാപ്പാടെ ഉള്ളാകെ ഭോലി ഭാലി കൈയാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കണ പൂത്തിരി ദിവാലി കണ്ണിടഞ്ഞു അതിലുലഞ്ഞു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോവാണ്. വെളിയിൽ നല്ല മഴയാണ്, എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോവാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പം ഇവിടെ സമയം 8:15 കഴിഞ്ഞിട്ടുണ്ട്. കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, നല്ല ചൂടുള്ള വെയിൽ.
നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നു. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ലൈവായിട്ട് ദോശ, ഗീ റോസ്റ്റ്, മസാല ദോശ, അതേപോലെ ഓംലേറ്റ്, പിന്നെ ചായ, കോഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈവായിട്ടുണ്ടായിരുന്നു. ഇനി റൂമിൽ പോവുക, റെഡി ആകുക, പാക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ മൂന്നാറിനോട് ബൈ ബൈ പറയാൻ പോവാണ്. നമ്മളുടെ മൂന്നാർ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാനാണ്. താഴെയല്ലേ? അങ്ങനെ നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.